എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു 1 കിലോയുടെ ഒരു പിസ്ത കേക്കാണ്. നല്ല പിസ്ത ഫ്ലേവറിലുള്ള ഒരു അടിപൊളി കേക്കാണ് ഇത്. ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാണാനും ഭംഗിയുള്ളൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ പിസ്ത കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഏത് വേണമെങ്കിലും എടുക്കാം. 3 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണ്. ഇത് നല്ലതായിട്ട് ക്രീമി ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാനിവിടെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. വലിയ തരികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ് എൻ്റെത്. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക, പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണയാണ്. എണ്ണ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിലാണ്. മണമില്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർക്കാം. കേക്കിൽ നമ്മൾ വാനില എസൻസിന് പകരം പിസ്തയുടെ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇത് പിസ്ത ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് പിസ്തയും അതുപോലെ തന്നെ ഏലക്കയും കൂടെ ഉള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കളറും കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്ത എസൻസ് ആണെന്നുണ്ടെങ്കിൽ 3-4 ഡ്രോപ്സ് പിസ്ത എസൻസും അതുപോലെ തന്നെ ഗ്രീൻ കളറും സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാം. ഈ എസൻസ് നമ്മളെ ആവശ്യാനുസരണം ഈ ബാറ്ററിലേക്ക് ചേർക്കാം. മണവും കളറും നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ മൊത്തത്തിൽ 8 തുള്ളി എസൻസാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 മില്ലിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർക്കുന്നത്. 1 നുള്ള് ബേക്കിംഗ് സോഡ. ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ഒരുപാട് കൂടിപ്പോകരുത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചിട്ട് ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട, കൈ വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഇളക്കി അതിൻ്റെ ഫ്ലഫിനെസ് കളയരുത്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഒരു കേക്ക് ടിന്നിൽ ഒഴിക്കാം. നമ്മളിവിടെ 8 ഇഞ്ചിൻ്റെ 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 2 ടിന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടിന്നിലും എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2ആയിട്ട് ഈ മാവ് ഡിവൈഡ് ചെയ്തിട്ട് 2 ടിന്നിലായിട്ടാണ് ചെയ്യുന്നത്. ഇതേ സമയം നിങ്ങൾ അവനിലാണെന്നുണ്ടെങ്കിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ പാത്രമാണെങ്കിൽ പാത്രവും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിവിടെ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ എടുത്ത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 25 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുന്നതിന് മുൻപ് ഈ കേക്ക് നമുക്കൊന്ന് തൂക്കി നോക്കാം. അപ്പോൾ നമ്മളിത് തൂക്കി നോക്കിയിട്ടുണ്ട്. 2 കേക്കും കൂടെ 573 ഗ്രാമാണ് വന്നിട്ടുള്ളത്. ഇനി ഈ കേക്ക് നമുക്ക് 4ആയിട്ടൊന്ന് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 കേക്ക് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിന് പകരം നമ്മൾ എടുക്കുന്നത് കുറച്ച് തണുത്ത പാലാണ്. മധുരം ചേർത്ത തണുത്ത പാലാണിത്. ഇതിലേക്ക് നമ്മൾ 2-3 ഡ്രോപ്സ് പിസ്തയുടെ ഫ്ലേവർ ചേർക്കാം. കൂടുതലായിട്ട് കേക്കിന് പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ വിപ്പിംഗ് ക്രീം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതും എടുക്കാം. നമ്മളിവിടെ 2ഉം വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1 കപ്പാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ വിപ്പിംഗ് പൗഡറും 1 കപ്പാണ് എടുക്കുന്നത്. മൊത്തത്തിൽ 2 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം 1 കപ്പ് വിപ്പിംഗ് പൗഡർ എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നത് നോക്കാം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാനിവിടെ കാണിക്കുന്നില്ല. വിപ്പിംഗ് പൗഡർ വെച്ചിട്ട് നമ്മൾ ഇതിന് മുൻപ് വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളമാണ്. വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പാൽ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ തണുത്ത പാൽ എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഈ ഫ്രോസ്റ്റിങ്ങിന് കിട്ടുക.
ഇനി ഇത് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും. നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് വരുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്ററില്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ അല്ലെന്നുണ്ടെങ്കിൽ വിസ്കോ വെച്ചിട്ട് കുറച്ചധികം നേരം ഇട്ട് ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇത് വരും. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് പാത്രത്തിൽ നിന്നും താഴെ വീഴാത്ത രീതിയിൽ ഇതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമുക്ക് ഇനി ഈ കേക്ക് എങ്ങനെയാണ്, അപ്പോൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 15 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേണിംഗ് ടേബിളിലേക്ക് ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓരോ ലെയറുകളാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും പിസ്തയും കൂടെ ഉള്ള ആ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പിന് പകരമാണ് നമ്മളിത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഓരോ ലെയറുകളാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് 1-2 മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ക്രീമും കൂടെ നമുക്കിതിലേക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മളത് വീണ്ടും കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള ക്രീം ഒരു പൈപ്പിംഗ് നോസിലാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിൽ കുറച്ച് പിസ്തയുടെ ഫ്ലേവറും ചേർത്ത് ഗ്രീൻ കളറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ കളറും ഒക്കെ ചേർത്തിട്ട് ഗനാഷ് ഉണ്ടാക്കി അങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ കേക്കിൻ്റെ തൂക്കം എത്രയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോയും 100 ഗ്രാമുമാണ് ഈ കേക്കിൻ്റെ തൂക്കം വന്നിട്ടുള്ളത്. ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്ത ഫ്ലേവറിലുള്ളൊരു കേക്കാണ് നമ്മളിന്ന് കണ്ടത്. 1 കിലോ വരുന്നൊരു കേക്കാണ്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്